അങ്ങനെ ടൊവിയുടെ നരിവേട്ട എന്നുള്ള സിനിമ കണ്ടു. ഓൾസോ സ്റ്റാറിങ് ചേരൻ ആൻഡ് സുരാജേട്ടൻ. പിന്നെ വേറെ കുറച്ച് നടന്മാരുണ്ട്. ഇതിനകത്ത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മുത്തങ്ങ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് എടുത്ത ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അവരെങ്ങും പറഞ്ഞു കണ്ടില്ല അങ്ങനെയാണെന്നുള്ള, പക്ഷേ എനിക്ക് സിനിമ കണ്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ആയത്. എന്തായാലും ഡയറക്ടറിന് വലിയൊരു കയ്യടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എടുക്കാൻ കാണിച്ച ധൈര്യം, അതേ ധൈര്യം തന്നെ, അതേ കയ്യടി തന്നെ ഇതിലെ ആക്ടേഴ്സും ഇതിൻ്റെ പ്രൊഡ്യൂസറിനും തീർച്ചയായിട്ടും അവകാശപ്പെടാവുന്നതാണെന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. എന്തായാലും ഐ റെസ്പെക്ട് ദം ഇമ്മെൻസ്ലി ഫോർ ഡൂയിങ് ദിസ് മൂവി. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ ഉള്ളത്. നമ്മുടെ മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ജോയിച്ചേട്ടനും കുഞ്ചാക്കോ ബോബനും നിമിഷ സജനൊക്കെ അഭിനയിച്ച സിനിമ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, നായാട്ട്. അതുപോലൊരു കിടിലം പടമാണ് ഇതും ആണ് എൻ്റെ അഭിപ്രായം. എന്തായാലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ ഒരു മേജർ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് വൻ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. കുറച്ച് സ്ലോ പേസിൽ പോകുന്ന സിനിമയാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് വാസ് വേറെ ലെവൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് മെയിൻ കാരണം ഇതിലെ ചേരൻ എന്നുള്ള മികവുറ്റ സംവിധായകനും നടൻ്റെയും പെർഫോമൻസാണ്. അതൊരു ഒന്നൊന്നര സാധനം വരുന്നുണ്ട്. അത് അത്രയും കിടുവായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുരാജേട്ടൻ കുറച്ച് നേരമുള്ളൂ, പക്ഷേ അമ്മാതിരി പെർഫോമൻസ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസസ് സുരാജേട്ടൻ്റെയും ചേരൻ്റെയാണ്. ചേരൻ വാസ് ലൈക്ക് അൺബീറ്റബിൾ. എന്താ കുട്ടിലും പെർഫോമൻസ്, എന്താ സ്ക്രീൻ പ്രസൻസ് ആ മനുഷ്യന്. ഈടെ ബിഗ് ബോസ് തമിഴ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് വരെ അറിയാൻ പറ്റും. ഞാനും എൻ്റെ വൈഫ് അനുപയൊക്കെ ബിഗ് ബോസ് തമിഴ് റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരുന്നവരാ. ചേരൻ ബിഗ് ബോസിൽ പോലും നിലപാടുള്ളൊരു മനുഷ്യനായിരുന്നു. ഇതിനകത്ത് പുള്ളിയുടെ ആ ഒരു അഭിനയ സമ്പത്ത്, ഡയറക്ടോറിയൽ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ പറയാം. അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് തോന്നണത് ഇവിടെ ഒരു ഏസ് ഫിലിം മേക്കർ ഇൻ ഹിം മെയ്ഡ് ഹിം എ ഗ്രേറ്റ് ആക്ടർ ഓൾസോ. പുള്ളി വല്ലപ്പോഴോ അഭിനയിക്കുള്ളൂ, പക്ഷെ അഭിനയിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എമ്മാതിരി സാധനം വയ്ക്കും. വെൽക്കം ടു മലയാളം സിനിമ ഡിയർ ചേരൻ, അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നത്. കിട്ടലിനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എൻ്റെ അഭിപ്രായത്തിൽ ചേരനാണ്. കിടിലം പെർഫോമൻസ്, അത്ര പെടയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ സിനിമയിലെ എഡിറ്റിങ്, ഷമീർ മുഹമ്മദ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി അത്യാവശ്യം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ സൗണ്ട് ഡിസൈൻ വളരെ നൈസായിരുന്നു. പറഞ്ഞ പോലെ ഈ സിനിമയുടെ DCP വന്നിരിക്കുന്ന അറിയാനായിട്ട് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഐ വുഡ് റെക്കമെൻഡ് യു ടു ഗോ ടു എ ലേസർ അറ്റ്മോസ് തിയേറ്റർ. അതിന് കാരണം DCP എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കുറച്ച് പേരുടെ പേര് എനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ റൈറ്റർ അബിൻ ജോസഫ് വളരെ നൈസായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ബൈ വിജയ്. സ്ലോ മോഷൻ ഷോട്ട്സൊക്കെ അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി കുറച്ച് സാധനങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മ്യൂസിക് ബൈ ജെയ്ക്സ് ബിജോയ് വളരെ നല്ലത്. എസ്പെഷ്യലി ആ മെയിൻ ലവ് സോങ് വൺ ഹിറ്റാണല്ലോ. സ്പീക്കിംഗ് ഓഫ് ലവ് സോങ്, പ്രിയംവദ കിട്ടിയ ആ ഒരു റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ട്രസ്സാണ്. ഇപ്പോൾ ഞാൻ പുള്ളിക്കാരി ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ പുള്ളിക്കാരിയുടെ റോള് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പുതിയ തലമുറയിലെ ആക്ട്രസ്സുകളിൽ എനിക്ക് പ്രിയംവദനെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രം തോട്ടപ്പൻ നിങ്ങൾ കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം എന്ന് ഞാൻ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബാദുക്കാണ് പ്രൊഡ്യൂസർ, അതെനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഐ ആം ഹാപ്പി. ബാദുക്ക് ഇതിനകത്തൊരു റോളും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ആരാണ്? സൗണ്ട് ഡിസൈൻ ബൈ രംഗനാഥ് രവി. അതാണ് കാര്യം. സൗണ്ട് മിക്സ് PC വിഷ്ണു. സ്റ്റൺസ് ഫീനിക്സ് പ്രഭു. വെറുതെ അല്ല, ക്വാളിറ്റി സ്റ്റണ്ടായിരുന്നു. ഒരു വളരെ കൺഫൈൻഡ് സ്പേസിലുള്ള ഒരു സാധനമുണ്ട്, അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ആരൊക്കെയാണ്? ഇറ്റ് വാസ് വെരി നൈസ്. ഒരു വളരെ ക്ലാസ് പടം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാധനം. നായാട്ട് കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ വളരെ ചാൻസസ് കൂടുതലാണ്.
നമ്മുടെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള മോശക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ ഒരു മൈലില്ലാതെ എടുത്തു കാണിക്കുന്ന ഒരു പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹിസ്റ്ററി വാസ് ബിൽഡപ്പ് ഓൺ ലൈസ് ആൻഡ് ബ്ലഡ് എന്നൊക്കെ രീതിയിലൊക്കെ പറയാൻ പറ്റിയ ഒരു സാധനം. അയ്യോ, അത് കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത്, എനിക്ക് പേരറിയാൻ പാടില്ലാത്ത കുറച്ച് ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ആ ഒരു ആദിവാസി സെറ്റ് ഓഫ് ആളുകളിൽ അഭിനയിച്ച ഒരു മച്ചാനുണ്ട്. ആ മച്ചാൻ്റെ പെർഫോമൻസ്, മുടി വളർത്തിയ മച്ചാനും, പിന്നെ ഇതിനകത്തൊരു പട്ടിയുണ്ട്. എൻ്റെ പിന്നെ പട്ടി വരെ വേറെ ലെവലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പട്ടിയുടെ ഒരു സീനുണ്ട് ലാസ്റ്റ്, എൻ്റെ മോനെ, എവറി പെറ്റ് ലവർ അത് മനസ്സിലായ ഫീലിംഗ്. എൻ്റെ പൊന്നോ, ഞാൻ എന്താണെന്ന് പറയാനുള്ള കിട്ടില്ല സീനായിരുന്നു, കിട്ടില്ല സീൻ. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ച് കണ്ടേക്കുന്ന ഒരു നടിയുണ്ട് ഇതിനകത്ത്. ആ ഒരു നമ്മുടെ മുത്തങ്ങ ഇൻസിഡൻറ്റിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ, എനിക്ക് ആളുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഐ എം വെരി ബാഡ് അറ്റ് GK. അപ്പോൾ ആളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ടൈപ്പ് ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. അത് ചെയ്തിരിക്കുന്ന നടിയുടെ പേര് എനിക്ക് കിട്ടണം. വേറെ ഒരുപാട് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലും പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ പുഴുവിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മച്ചാൻ ഇതിനകത്ത് ഒരു മന്ത്രിയുടെ റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൊക്കെ കുറച്ച് നേരമുള്ളൂ, പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ പടം വർക്കായി. കുറച്ച് സ്ലോ പേസ്ഡ് ആണെന്നേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് വാസ് കിടിലം. ഇറ്റ് മെയ്ഡ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാൻ തോന്നുന്ന വിധത്തിൽ ഒരു സാധനം. എന്തായാലും ഇന്ന് കണ്ട 2 പടങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു സത്യം. എന്തായാലും പിന്നെ ഞാൻ ഈ സിനിമ കണ്ടത് സ്ക്രീൻ 1 സെൻട്രൽ ടാക്കീസ് തൃപ്പൂണിത്തുറയിലാണ്. അറ്റ്മോസ് തിയേറ്ററാണ്, 4K ലേസറാണ്. അതും ഏറ്റവും പുതിയ 4th ജനറേഷൻ ലേസർ പ്രൊജക്ഷൻ ഓഫ് ക്രിസ്റ്റി ഉപയോഗിക്കുന്ന ഒരു തിയേറ്റർ. കിടിലൻ പ്രൊജക്ഷനായിരുന്നു, കിടിലൻ സൗണ്ടും എല്ലാം കൊണ്ടും വളരെ ഹാപ്പി. ഞാൻ ഇതിന് മുന്നേ ഇവിടെ ബസൂക്ക കണ്ടിട്ടുണ്ട്. അന്ന് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് സൗണ്ടും വിഷ്വൽസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ എനിക്കിപ്പോൾ എറണാകുളത്തുള്ള 4 തിയേറ്റേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള തിയേറ്ററിൽ തീർച്ചയായിട്ടും ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ 2 സിനിമ ഇവിടെ തന്നെ കണ്ടത്. എന്തായാലും ഇന്ന് എനിക്ക് വനിതയെ പോയിട്ട് വേറൊരു സിനിമ കൂടെ കാണാനുണ്ട്. പറ്റിയ ഞാൻ 2 സിനിമ കൂടെ കാണും. ഇന്നിപ്പോൾ ഇതിൻ്റെ 2ാമത്തെ സിനിമയാണ്. ഞാൻ വളരെ എനർജറ്റിക് ആയിട്ടിരിക്കണം. നല്ല സിനിമകളാണെങ്കിലുണ്ടല്ലോ നമുക്ക് 4 അല്ല 5 പടം വരെ ഒരു ദിവസം കാണാൻ എനിക്ക് പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില സിനിമകൾ മുഷിപ്പിച്ച് കളയുമ്പോഴാണ് നമുക്കൊരു മടുപ്പ് തോന്നുന്നത്. എനിക്ക് ഇന്ന് കണ്ട 2 സിനിമ എനിക്ക് നല്ല ഊർജ്ജമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഐ ആം വെരി ഹാപ്പി. 2 പടങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. രാവിലെ കണ്ട സിനിമ നമ്മുടെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനായിരുന്നു. അതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കാണാൻ പോകുന്ന ശ്രീനാഥ് ബാസിയുടെ ആസാദി എന്നുള്ള സിനിമയാണ്, അതും കൂടെ കാണാനുണ്ട്. പിന്നെ ഇന്ന് വിജയ് സേതുപതിയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പോസ്റ്റർ കണ്ടപ്പോഴാണ് ഇതേത് പടം, ആ സീനായിരുന്നു. അപ്പോൾ അതും കൂടി കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം എല്ലാം കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെടുത്ത് നിങ്ങൾ നോക്കുക. കാര്യം എന്താണെന്ന് മനസ്സിലാവും. അതിൻ്റെ ഒരു തീർപ്പ് നാളെ എനിക്ക് ഉണ്ടാക്കണം. അതിനെനിക്ക് സൈബർ സെൽ വരെ പോകാനൊക്കെ ഉണ്ട്, അമ്മേനെയും വൈഫിനെയൊക്കെ കൂട്ടിയിട്ട്. അതുകൊണ്ട് മാക്സിമം പടം ഇന്ന് കണ്ടു തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ നാളെ സൈബർ സെല്ല് അവധിയാണോയെന്ന് എനിക്കറിയില്ല. എനിവേസ് അതിൻ്റെ തീർപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാം അറിയും സംഭവം എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓൾറെഡി കുറേ പേർക്ക് അറിയാം. എന്തായാലും അറിയാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, പിൻ കമൻ്റായിട്ട് ഇട്ടേക്കാം. കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുത്തനെ ഒന്ന് പിടിക്കാനുണ്ട്, അതാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബാക്കിയുള്ള സിനിമയുടെ വീഡിയോസ് അഭിപ്രായങ്ങളായിട്ട് ഞാൻ ഇട്ടേക്കാം. ബാക്കിയുള്ള സിനിമയുടെ അഭിപ്രായങ്ങൾ വീഡിയോസായിട്ട് ഇട്ടേക്കാം. അപ്പോൾ ശരി, പുതിയ മൈക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.